ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സ്പെഷ്യലായ ഒരു വീഡിയോ ആണ്. കാരണം എൻ്റെ ബെസ്റ്റ് 3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നൊരു കുക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്താട്ടെ. അതേ ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരെ ഞാൻ വിളിക്കാൻ പോവാം. അപ്പോൾ വാ മക്കളെ വരൂ. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇട്ടാ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഇവള് രേഷ്മ, ഇവള് കൃതി, പ്രിയ. ഒരാളും കൂടി ഉണ്ട്. അവളെ തൊടുപുഴയാണ് വീട്. അപ്പോൾ ലോങ് ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ടും കാര്യങ്ങളൊക്കെ കിടക്കാം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. കാരണം മണ്ഡല മാസമാണല്ലോ. അപ്പോൾ ഇവൾക്കും ഒക്കെ നോയമ്പുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പനീർ ബട്ടർ മസാലയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ മാത്രമല്ല ഒന്ന് കുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ അടിപൊളി ഒരു വൈബിലാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇന്ന് ഞാൻ മെയിൻ ഷെഫായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. അതെ, എനിക്ക് ചുറ്റൂടെ പണിയെടുക്കുക ഇഷ്ടംപോലെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഡീ അടുപ്പത്തിരി ഇവളൊക്കെ വീട്ടിൽ അടുപ്പ് കത്തിക്കാത്ത ആളാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ച് പഠിക്കട്ടെ. ഇവളുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ വീടിൻ്റെ അടുത്ത്, അതായത് ഇവരുടെ പറമ്പാണത്. അപ്പോൾ നമ്മുടെ വിശാലമായ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇവളെ വീട്ടിൽ നിന്ന് പറക്കിയതൊന്നല്ല വിറക്. ഇവള് തന്നെ അതേ പറമ്പിൽ നിന്ന് പറക്കി കൊണ്ടുവന്നാൽ നമ്മുടെ ചുള്ളി വിറക് വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നീ വിറക് വെച്ചോ, ഞാൻ ചട്ടി വയ്ക്കാം. 1/2 കിലോ പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പനീർ ഇത്തിരി സോഫ്റ്റായി കിട്ടാനായിട്ട് ഇതേ ഞാൻ പാത്രത്തിൽ ഇതേ ക്യൂബായ പനീറായിട്ട് വാങ്ങിച്ചത്. ജസ്റ്റ് നമ്മുടെ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം കണ്ട സോഫ്റ്റാണ് ഫുള്ള്. ഇത് മൂടി നിൽക്കണ വരെ മതി. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടാ. ഈ സബോള അറിയാൻ വേണ്ടി വർത്താനം പറഞ്ഞിരിക്കുക. അവർക്ക് അടുത്തൊരു പണി കൊടുത്തിട്ട് വരാം കേട്ടാ. വാ. അപ്പം ഞാനിന്ന് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ലാവിഷായിട്ടിരിക്കും. ഇവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ച് ഒരുത്തി സബോള തൊണ്ട് കളയിട്ട് കത്തിയും പിടിച്ചിരിക്കുക എന്നല്ലാണ്ട് തക്കാളി ഇതുവരെ അരിഞ്ഞിട്ടില്ല കേട്ടാ. മടിച്ചുകളണൊക്കെ. അപ്പോൾ തക്കാളി അരി ഓക്കെ. നന്നായി ചച്ചോ, ടേസ്റ്റ് ആക്കിക്കോ. നിന്നോടോ ദേഷ്യം? നീ ഇപ്പൊ അമ്മമാന്ന് വിളിച്ചില്ലേ? കൃത്യാന്ന് വെച്ചിട്ട് അതൊക്കെ നല്ലോണം ചതച്ച. കറിക്ക് ഗ്രേവി കിട്ടാനായിട്ട് നമ്മളൊരു 3 സബോള, 3 എടുത്തേ 4 എടുത്തു. അപ്പൊ 4 സബോള, അതായത് വലിയ വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസിലുള്ള 4 സബോള ഇത് അവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി 3 തക്കാളി, പിന്നെ ഇത് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ച് സെറ്റപ്പ് ആക്കിയിട്ട്. അതെ, ആദ്യം ഞാൻ ബട്ടറിന് പകരം ഓയിൽ ഒഴിച്ചു. ഉരുളി നല്ല ചൂടായിരുന്നു. അപ്പം ഞാൻ ബട്ടർ ഇട്ടേണ്ട അനുഭവമാണ്. നമ്മൾ ഇതേ ഉരുളിയിൽ നോക്കിയാൽ കണ്ട ഈ അടയാളം. അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഒഴിച്ചപ്പോൾ ബുദ്ധിക്ക് ഓയിൽ ഒഴിച്ചു. എന്നിട്ടാണ് ബട്ടർ ഇടുന്നത് കേട്ടോ. അടുപ്പായത് കൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. ഒരു 4 കരയാമ്പൂ 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലും ബട്ടറൊക്കെ ചൂടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോള, സബോള വാടാനായിട്ട് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ, പെട്ടെന്നാവാനായിട്ട്. സബോളയുടെ പച്ചച്ചൊക്കൊക്കെ മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം അതാണ് ഇടേണ്ടത്. ഞങ്ങൾ വർത്താനത്തിൻ്റെ പറഞ്ഞ് കാര്യം മറന്നുപോയി. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറണ വരെ. ഇനി തക്കാളി ഇട്ടിട്ട് തക്കാളി അതാ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മുടെ ഇതിലോട്ട് ഇടാം കേട്ടോ. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1/2 കിലോ പനീറിന് 50 ഗ്രാം കാഷ്നട്ടാണ് കേട്ടോ നമ്മളിതിലിടുന്നത്. കാഷ്നട്ട് ഇടുന്നതനുസരിച്ച് നമുക്ക് കറിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ഈ കറി നല്ല റിച്ച് പനീർ ബട്ടർ മസാല കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ പനീർ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണണ്ട. നമ്മുടെ മസാല ചൂടാറി. അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയോട്ട് പോവാം. അരച്ച് പേസ്റ്റ് ആക്കിയത് ഇതിൻ്റെ പച്ചമണൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. പ്രിയ ഇളക്കടി, ഇത് നോക്കിടി. കുറച്ച് ഒഴിക്കും. 4 ടീസ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ്.
ഒരു വലിയ ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ സോഫ്റ്റ് ആവാൻ വെച്ച പനീർ ഇതിലോട്ടിട്ടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാൻ, കാരണം പനീർ പെട്ടെന്ന് വേവും. പനീർ ഇട്ടതിന് ശേഷം നന്നായി തീ കൂട്ടി വയ്ക്കരുത്, തീ കുറച്ചിട്ട് വേണം നമുക്കത് വേവിക്കാൻ. എന്നാലാണ് പനീർ ഇത്തിരി കൂടി സോഫ്റ്റ് ആവാനും പിന്നെ പനീറിൽ പിടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ക്രീം 1 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനത്തെ കറികളിലൊക്കെ ഒരു ചെറിയൊരു മധുരം മുന്നിട്ട് നിൽക്കണം, അതാണ് നമ്മുടെ പനീർ കറിക്കൊക്കെ ടേസ്റ്റ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പനീർ ഒരു 6-7 മിനിറ്റ് നമുക്ക് സ്ലോ കുക്കറിലൊന്ന് വേവിക്കണം. അപ്പോൾ പനീറിന് അധികം വേവൊന്നുമില്ല കേട്ടോ, ഒരു 5-6-7 മിനിറ്റൊക്കെ മതി. അപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുന്നു, കാരണം അടുപ്പായതുകൊണ്ട് നല്ലോണം തീ പിടിച്ച കറിയൊക്കെ വറ്റിപ്പോവും. പത്ത് മിനിറ്റോളം നമ്മളിപ്പോൾ പനീറിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ക്രീമും, ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 1 ടീസ്പൂൺ ബട്ടറും കൂടി, നമ്മുടെ മല്ലിയിലും കൂടി. ഇവിടെ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. ഇതിനെ സർവ് പാത്രത്തിൽ മാറ്റാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിക്കുക, കുറച്ച് മല്ലിയിലും കൂടി. ഞാനും എൻ്റെ കൂട്ടുകാരും തയ്യാറാക്കിയ നമ്മുടെ അടിപൊളി പനീർ മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല ഒന്ന് ടേസ്റ്റ് നോക്കണത്, ഇവരാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നല്ല സൂപ്പറായിട്ട്. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിക്ക്, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സൂപ്പറായിട്ട്. നീ രേഷ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി. രേഷ്മയുടെ മനസ്സ് പോലെ വലിയ പീസ് കിട്ടി. അതിനുണ്ട് സൂപ്പർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വട്ടട്ട് ഇത് കഴിക്കട്ടെ കേട്ടാ. വാ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് അതുപോലെ തന്നെ ഒരേ പ്ലേറ്റിൽ കഴിച്ച് പണ്ടത്തെ ഒരു കുറേ ഓർമ്മകൾ ഞങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ. ജിജി സിദ്ധു.